ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്ന് അനിയത്തിയും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ പല്ലവി നേരെ സേതുവിനെ കാണാൻ സേതുവിൻ്റെ വീട്ടിൽ വന്നു. സേതുവേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് അതിലൊക്കെ കയറി ഇറങ്ങി നടക്കുക. സേതു ആണെങ്കിലോ ഒന്ന് പതുക്കെ ഒളിച്ചിരിക്കാമെന്നൊക്കെ വിചാരിച്ച് പല്ലവി ഒന്ന് പറ്റിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക കേട്ടോ. പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനൊക്കെ ഒരു ചമ്മല് കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ഒന്നുമല്ല. പെട്ടെന്ന് ചമ്മലും കാര്യങ്ങളൊക്കെ കയറി വന്നു. സേതുവേട്ടനെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ കുംഭമാസമൊക്കെ അല്ലേ, ചൂട് കാണും എന്ന് പറഞ്ഞു. ഭയങ്കര ചൂടാണെന്ന് പല്ലവി പറയുമ്പോൾ രണ്ടുപേരും ഭയങ്കര ചമ്മലാട്ടോ. അപ്പോൾ സേതുവേട്ടൻ ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു പല്ലവി. അത് പിന്നെ ഞാൻ കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പറയുക. താൻ കഴിച്ചോ? കഴിച്ചു എന്നും പറഞ്ഞു പല്ലവിക്ക് ഭയങ്കര ചമ്മലും മിണ്ടാനായിട്ട്. അപ്പോൾ താനെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നീ ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചത്? ഞാനും തൻ്റെ വീട്ടിൽ പോയായിരുന്നു എന്ന് സേതു അന്നേരം പറയാം. ഞാൻ പറഞ്ഞു എന്നോട്. എന്താ അവർ പറഞ്ഞേ? സേതു അന്നേരം ചേട്ടൻ ചാടിക്കയറി ചോദിച്ചു. വന്നിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴും പല്ലവിക്ക് ഭയങ്കര ഒരു ചമ്മലും ടെൻഷനും ഒക്കെ. അപ്പോൾ ക്ഷണിച്ചുകൊണ്ട് പോയതാണേ അച്ഛൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ. അത് നന്നായില്ലേ എന്ന് പല്ലവി ചോദിക്കുക. പിന്നെ അച്ഛൻ കാര്യമായിട്ട് എന്നോട് സംസാരിച്ചു. ഞാനവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോന്നേ എന്നൊക്കെ പറഞ്ഞു സേതു. രണ്ടുപേർക്കും പതർച്ചയാണ് സംസാരിച്ചില്ല മൊത്തത്തിൽ. അച്ഛൻ തന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു. പെട്ടെന്നേ കേട്ടപ്പോൾ എന്തും മറുപടി പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി എന്ന് പല്ലവി സേതുവിനോട് പറയുക. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് പറയാൻ മടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛൻ്റെ മുന്നിൽ മാത്രമല്ല, ഇവിടെ സേതുവേട്ടൻ്റെ മുന്നിൽ വന്നപ്പോഴും എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി പറയുക. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക. അച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അതിങ്ങനെയായി പോയെന്നും, അതുപോലെ തന്നെ ശ്രീഹരിയെ മരുമകനായി അമ്മ കൈ നീട്ടി സ്വീകരിക്കണം, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നൊക്കെ സേതു ഇങ്ങനെ പറയാം. ഋതുവിൻ്റെ കല്യാണം നടത്തണം, അതും 1 വർഷത്തിനുള്ളിൽ വേണം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്, അതൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും ഉണ്ടല്ലോ സേതുവേട്ടാ ഒരു വലിയ കടമ്പ, ഡിവോഴ്സ്. കീഴ്ക്കോടതി തള്ളി എൻ്റെ കേസ് ഹൈക്കോടതിയിൽ വാദിച്ച് എനിക്ക് ജയിക്കണം, എങ്കിലും മാത്രമേ എനിക്ക് അച്ഛനെ അനുസരിക്കാൻ പറ്റൂ എന്ന് പല്ലവി പറയുമ്പോൾ സേതു ഇങ്ങനെ തിരിഞ്ഞൊരു നോട്ടം. അപ്പോൾ പല്ലവിക്ക് അപ്പം നമ്മൾ രണ്ടുപേരും പ്രശ്നങ്ങൾക്ക് നടുവിലാണല്ലേ എന്ന് സേതു ചോദിച്ചു. എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു ദിവസം വന്നാൽ, അങ്ങനെ വരുവാണെങ്കിൽ അല്ല പല്ലവി എന്ന് ചോദിക്കുമ്പോൾ വരുമെന്ന് പല്ലവി അന്നേരം സേതുവിനോട് പറയാം. ഉറപ്പായിട്ടും വരും സേതുവേട്ടാ. അങ്ങനെ വന്നാൽ അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ തനിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. താൻ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ സേതുവേട്ടൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ശാപമോക്ഷം കിട്ടിയില്ലേന്ന് പല്ലവി ചോദിക്കുക. എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നോളാം ഞാനെന്ന് പല്ലവി പറയുന്നു സേതുവേട്ടന് വേണ്ടി. അങ്ങനെ നമ്മൾ തമ്മിൽ കൂടി ചേരണമെന്ന് കാലം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും അതേ കാലം തന്നെ നമുക്കുണ്ടാക്കി തരുമെന്ന് സേതു പല്ലവിയോട് പറയുക. നമ്മൾ വെറുതെ ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതിയെന്നും സേതു പല്ലവിയോട് പറഞ്ഞു. അപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഇണങ്ങിയും പിണക്കെന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ഉള്ളിലുള്ളതൊക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരൊന്നാകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പം അങ്ങനെ പല്ലവിയും സേതുവും കൂടി അവരുടെ ഉള്ളിലെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, എൻ്റെ മഹാഭാഗ്യമാണ് പല്ലവി, എനിക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയത്, ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ടപ്പോൾ എനിക്കല്ലേ സേതുവേട്ടാ മഹാഭാഗ്യം കിട്ടിയതെന്ന് സേതുവിനോട് പല്ലവി ചോദിക്കുക. എനിക്കല്ലേ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളുടെ കൂട്ട് ദൈവം എനിക്ക് തന്നതെന്ന്. പിന്നെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കണ്ണിലൊക്കെ നോക്കി നിൽക്കുന്നു. എന്നാൽ എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പറയാതെ എന്നെ ഇഷ്ടമാണെന്ന്, തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് സേതുവും പറഞ്ഞു. പല്ലവി എൻ്റെ മാത്രമാകുന്ന ഒരു ദിവസത്തിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുന്ന സേതു പല്ലവിക്കും വാക്ക് കൊടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വാക്കൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അവരുടെ സ്വകാര്യതയായി, അവരുടെ സന്തോഷമായി, അവരുടെ ചിരിയായി, കളിയായി, ഓട്ടമായി, അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് രണ്ടുപേരുടെയും ലൈഫ് കളർഫുൾ ആയിക്കൊണ്ടിരിക്കണം. ഇതേ സമയത്താണെങ്കിൽ അവിടെ പൊന്നുമ്മടത്തിൽ ഋതുമേടം ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്തോ പല്ലവിയും അച്ചുവും അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് വരുന്നു സ്വാതി എന്ന് പറയണ മൂദേവി. അപ്പോഴത്തേക്ക് അമ്മ അങ്ങോട്ടേക്കൊന്ന് എടി എന്ന് പറഞ്ഞൊരു വിളി. മകള് നോക്കി, ഒരു ഭാവവ്യത്യാസവും ഇല്ല, അമ്മയാണെന്നോ ചേച്ചിമാരാണെന്നോ, അഹങ്കാരത്തിന് കയ്യും കാലും ചിറകും കൂടെ വെച്ച് എങ്ങനെ ഇരിക്കും, അതാണ് സ്വാതി, അതേപോലെ ഇരിക്കുകയാണ്. നീ എങ്ങോട്ട് പോവാടിയെന്ന് ചോദിച്ചു അമ്മ. അപ്പം കണ്ടിട്ട് എന്താ തോന്നുന്നത്?
ഇന്നലെയും ഇങ്ങനെ തന്നെയാണല്ലോ നീ ഇറങ്ങിയത്, എന്നിട്ട് പോയത് നീ കോളേജിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും വല്ലാതെയായി നിൽക്കുക കേട്ടോ. പഠിക്കാൻ വേണ്ടി മാത്രം നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് അമ്മയല്ലെന്നും പറഞ്ഞു പൂർണ്ണിമയുടെ മുഖത്ത് നോക്കി ഇവൾ അഹങ്കാര വർത്തമാനം പറയുക. ഇത് കേട്ടപ്പോൾ അച്ചു ചാടി എഴുന്നേറ്റ്, സ്വാതി ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്ന് അച്ചു പറയുമ്പോൾ, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച ചേച്ചി എന്നെ ഭരിക്കാൻ വരണ്ടെന്ന് സ്വാതി അച്ചുവിനോടും പറഞ്ഞു. ആദ്യം സ്വയം പോയി നന്നാവ്, എന്നിട്ട് മതി കേട്ടോ ഉപദേശമെന്ന് പറഞ്ഞ് അവിടെയും തറതല. ഇത് കേട്ടപ്പോഴത്തേക്കും പല്ലവി, അച്ചു നിന്റെ ചേച്ചിയാണെന്നും പിന്നെ അച്ചുവിന് നിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ടെന്നും പല്ലവി അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതുക, കുടുംബത്തിലെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആരുടെ ഒരു അഭിപ്രായമൊന്നും കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവളും അങ്ങ് രംഗത്തേക്ക് അങ്ങ് ചെയ്യുന്നു. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് ചെന്നിട്ട്, പല്ലവി പുറത്തുനിന്നുള്ളവളാണ് എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവൾ ഈ കുടുംബത്തിലെ ആൾ തന്നെയാണെന്ന് പൂർണ്ണിമ പറയുക. ഇവളുമാർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് ഞങ്ങൾക്കും കൂടെ തോന്നണ്ടേ എന്ന ഋതികയുടെ വകയൊരു ഡയലോഗ്. തോന്നുന്ന സമയമൊക്കെ വരുന്നതേ ഉള്ളൂ. ഋതികയെ പ്രതാപനും പൊക്കിക്കൊണ്ടു പോകും, മറ്റവളാണെങ്കിൽ ഇന്ദ്രൻ്റെ കൊച്ചിനെയും വയറ്റിലാക്കുമ്പോൾ എല്ലാം ബോധ്യപ്പെട്ടോളും. നിനക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ പറ്റുന്നതെന്ന് പൂർണ്ണിമ എന്തായാലും ചോദിച്ചു. നീ നന്നായെന്നാ ഞാൻ കരുതിയത്. ഓട്ടോ കത്തിച്ച കേസിലെ രക്ഷപ്പെടാൻ കാണിച്ച അടവായിരുന്നല്ലേ നിന്റെ ആ മാറ്റം. രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ വീണ്ടും പഴയ ആളായി കഴിഞ്ഞല്ലേ. അപ്പം എനിക്ക് ഞാനാവാനല്ലേ പറ്റൂ എന്ന് ഋതുക പൂർണ്ണിമയോട് ചോദിക്കും. അപ്പം ഹലോ, അതെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ സംസാരിക്കുക, എനിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവള് തുള്ളിച്ചാടി ഇറങ്ങി പോകുമ്പം, അതെ പോകുന്നതൊക്കെ കൊള്ളാം, കോളേജിലേക്ക് തന്നെ ആയിരിക്കണം നിന്റെ ഈ പോക്ക്, അല്ലെങ്കിൽ ഈ അമ്മ ആരാണെന്ന് നീ അറിയുമെന്ന് പൂർണ്ണിമ. അപ്പം പേടിപ്പിക്കല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും പേടിച്ചിട്ടില്ല, പിന്നെ അല്ലേ ഇപ്പോൾ എന്നും പറഞ്ഞ് പൂർണ്ണിമയോട് മുഖത്ത് നോക്കി അഹങ്കാര വർത്തമാനം തന്നെ പറയുക. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, ആരാ ചോദിക്കാനുള്ളതെന്നൊക്കെ സ്വാതി ചോദിക്കുക. മേലാൽ ഒരാളും എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടരുത്, എനിക്കത് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവള് വലിയ ഡയലോഗുകളൊക്കെ ഇറക്കി അങ്ങനെ ഇറങ്ങി അങ്ങ് പോകുക. അമ്മയുടെ മുഖത്ത് നോക്കി ലാസ്റ്റ് അമ്മയുടെ നെഞ്ചത്ത് തന്നെ പിച്ചാത്തി കുത്തി ഇറക്കിയിട്ടാണ് മോള് പോകുന്നത്. അങ്ങനെ പോകുന്ന മോളെ നോക്കി നിസ്സഹായതയോടുകൂടി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുവാണ് സ്വാതി. ഈ സമയത്ത് നമ്മുടെ ബേബി ചേച്ചി എന്നിട്ട്, ചേച്ചി തന്നോളമായാലും മക്കളായാലും താനൊന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞ് പൂർണ്ണിമയ്ക്ക് ഒരു അടി പോലത്തെ വർത്താനം കൊടുത്തിട്ട് ബേബി ചേച്ചി അങ്ങ് പോയി. പണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പോഴേ അതില്ല, അതിൻ്റെ പ്രശ്നങ്ങളായി കാണുന്നത് മുഴുവനെന്നും പറഞ്ഞ് ഋതുക വലിയ ഡയലോഗ്. പുറത്തുനിന്ന് വന്നവരുടെ കണ്ണിലൂടെ അല്ലാതെ സ്വന്തം കണ്ണിലൂടെ ഞങ്ങളെ നോക്കാം പഠിക്കാമ്മ, അപ്പം അമ്മയ്ക്ക് മനസ്സിലാകും അമ്മയുടെ മക്കൾ അത്ര മോശക്കാരൊന്നും അല്ല എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇവള് വലിയ ഡയലോഗൊക്കെ അടിച്ച് വലിയ ആളായിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് പല്ലവി, അമ്മേ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പല്ലവി, അവനില്ലാത്തതിൻ്റെ ഇതെല്ലാം ഇറക്കി വിട്ടത് ഈ വീടിൻ്റെ നെടുംതൂണിനെ ആയിരുന്നു എന്ന് പൂർണ്ണിമ പറയുക. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നു. അപ്പം തിരിച്ച് വിളിക്കാമല്ലോ അമ്മ എപ്പോൾ വേണമെങ്കിലും എന്ന് പറയുമ്പം വിളിക്കേണ്ടി വരുമെന്ന് നാണം കെട്ട് പറയുക. ഇങ്ങനെ പോയാൽ വിളിക്കേണ്ടി വരുമെന്ന് പൂർണ്ണിമ പറയുക കേട്ടോ. എവിടെയായിരിക്കും അവനിപ്പോൾ? വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ പാപം? അയ്യോ, മക്കൾ പിഴച്ചു പോയെന്ന് അറിഞ്ഞപ്പോഴാണ് പൂർണ്ണിമയ്ക്ക് സേതുവിൻ്റെ വില മനസ്സിലാകുന്നത്. അവനെ ഇറക്കി വിട്ടത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമായിട്ട് എനിക്കിപ്പോൾ തോന്നുക. പാപിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അവനെപ്പോലെ ഒരുത്തനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾ അങ്ങ് ഇറക്കാൻ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പൂർണ്ണിമയ്ക്ക്. തരാതരം സ്വഭാവം മാറ്റാനും ഡയലോഗ് മാറ്റാനും പൂർണ്ണിമയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതും പറഞ്ഞ് പൂർണ്ണിമ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബേബി ചേച്ചി ഇതൊക്കെ കാണേണ്ടത് തന്നെയാണെന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ അച്ചുവും പല്ലവിയും കൂടെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ സ്വാതി പോയ കാര്യം പല്ലവിക്ക് അറിയാം അവൻ്റെ അടുത്തേക്ക് ആയിരിക്കും എന്നുള്ളത്. പല്ലവിക്ക് ആകെ ടെൻഷനായി. ഋതുക എന്ന് പറയുന്ന പൂതനെ അന്നേരം അവിടെ ഇരുന്ന് ഇവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവളും അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോഴാണ് വീണ്ടും സ്വാതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. സ്വാതി ഇറങ്ങി വന്നപ്പം, എടി സ്വാതി, നീ പോയില്ലേ എന്ന് ചോദിച്ചു. കോളേജിലേക്ക് ഇറങ്ങിയ നീ തിരിച്ച് മുറിയിലേക്ക് പോയത് എന്തിനാ? എന്തെങ്കിലും എടുക്കാൻ മറന്നു ചോദിച്ചപ്പം ഞാൻ ഫോൺ മറന്നു പോയെന്നും പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ഒന്ന് നിന്നേ അവിടെ. അതെ, പിന്നെ ഇന്നലെ കാണിച്ചത് ഇനി നീ ആവർത്തിക്കാൻ നിൽക്കരുതെന്ന് ഋതുക പറയണം. അവരുടെയൊക്കെ മുന്നിൽ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ചേച്ചി പറയണു. പല്ലവിയും സേതുമാധവനും നമ്മളുടെ ശത്രുക്കളൊക്കെ തന്നെയാണ് എന്ന് കരുതി അവരെ തോൽപ്പിക്കാൻ സ്വയം നശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അച്ചുചേച്ചി ഉപദേശിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് തന്നെയാണ് എനിക്ക് ചേച്ചിയോടും ചോദിക്കാനുള്ളൂ എന്ന് സ്വാതി ഋതുകയോട്. ചേച്ചിക്ക് എന്ത് ക്രൈം വേണമെങ്കിലും ചെയ്യാം, എനിക്ക് പാടില്ല അല്ലേ? അതെവിടുത്തെ ന്യായമാ എന്ന് ഋതുകയോടും ഇവള് തിരിഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഞാനും ഒന്ന് ആസ്വദിക്കട്ടെ എൻ്റെ ജീവിതം. കോളേജ് ലൈഫിൽ ഓർത്തിരിക്കാൻ കുറെ നല്ല നിമിഷങ്ങളൊക്കെ വേണ്ടേ? അതുണ്ടാക്കാനായി എൻ്റെ ശ്രമം.
അപ്പം അതിന് ഇതല്ല വഴി എന്ന് ഋതുക പറയുമ്പോൾ പിന്നെന്താ വഴി? ഓട്ടോ കത്തിക്കുന്നതാണോ അതോ കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നതോ? ഋതുകയ്ക്കും കിട്ടി തുടങ്ങി മക്കളെ. ഞാനെന്തായാലും അത്രത്തോളം തരം താഴ്ന്നിട്ടുമില്ല. അപ്പം എവിടുന്ന് കിട്ടിയിടി നിനക്ക് ഇത്രയും ധൈര്യം എന്ന് ഋതുക ചോദിച്ചപ്പം സാഹചര്യങ്ങളല്ലേ ചേച്ചി മനുഷ്യന്മാരെ ഭീരുക്കളും ധീരന്മാരും ഒക്കെ ആക്കുന്നത്. അപ്പോഴും നീ മാറാൻ തയ്യാറല്ലല്ലേ എന്ന് സ്വാതിയോട് ചോദിക്കുമ്പോൾ എന്നെ നന്നാക്കാൻ ആരും നോക്കണ്ട, എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാനെന്ന കാര്യം സ്വാതി പറയുന്നു. പിന്നെ ഉപദേശിക്കാൻ വരുന്നവരോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ, അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് ചിന്തിക്കണം. അത് അച്ചു ചേച്ചി ആയാലും ശരി, പല്ലവി ആയാലും ശരി, ചേച്ചി ആയാലും ശരി. മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ ഋതുകയ്ക്കും കൊടുത്തു സ്വാതി എന്ന് പറയണ അനിയത്തി. ഇവളിങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സേതു ആണെങ്കിൽ വീട്ടിൽ ഇരുന്നിങ്ങനെ പല്ലവിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. പല്ലവിയായിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങൾ, അതുപോലെ പല്ലവിയുടെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ സേതു ഇങ്ങനെ സ്വയം മറന്ന് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സെക്കൻഡിൽ തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് ഇന്ദ്രൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഗിറ്റാർ വായിക്കുന്നു. അപ്പം നേഹ എന്ന് പറഞ്ഞ പെണ്ണ് ഹായും പറഞ്ഞു വന്നിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ അതെ നമ്മുടെ സ്വാതിയുണ്ട്. ആ സ്വാതിയുണ്ടോ? കയറുവാന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. ഇന്നും പല്ലവി മേടങ്ങാനും വരുമോയെന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ പല്ലവി അവൾ എൻ്റെ ആരും അല്ല, എൻ്റെ വീട്ടിൽ കഴിയുന്ന വെറും ഒരു ഔട്ട്സൈഡർ ആണ് അവളെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നാ അക്ഷരം പറഞ്ഞു ഇന്ദ്രൻ. എനിക്ക് പറ്റുന്നില്ല ഇന്ദ്ര, അതെ ആകെ ഒരു പരവേശം പോലെയാ, തൊണ്ടയൊക്കെ വറ്റുന്നത് പോലെ, ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പം ഞാൻ കരുതിയത് ഇങ്ങനെയൊരു ഇതിനെപ്പറ്റി നിന്റെ ടീച്ചർ പോലീസിൽ പരാതിപ്പെട്ടെന്നായിരിക്കും. എന്തായാലും രണ്ടായാലും എനിക്ക് പ്രശ്നമൊന്നും അല്ലെന്നൊക്കെ ഇവൻ പറയുവാണ്. അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ അവിടെ ഗിറ്റാർ എടുക്കുന്നു, വായിക്കുന്നു, അവൾക്ക് വേണ്ടുന്ന മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ സ്വാതി അവിടെ ഇട്ട് ഡാൻസ് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്വാതി കിടന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഡാൻസും ഇതുമായിട്ടിരിക്കും. അപ്പം നേഹ വന്നിട്ട് ഇന്ദ്രനോട് ചോദിച്ചു കുഴപ്പം വല്ലതും ആകുമോന്ന്. അതിനെ നമുക്കെന്താ കുഴപ്പം, നമ്മളാരും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കമോ ഇന്ദ്ര ഡാൻസ് കളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സ്വാതി ഇന്ദ്രനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു. പിന്നെ അവളവിടെ കിടന്ന് കൂത്താടുവാണ് കിടന്ന്. അപ്പോഴേക്കും ഇന്ദ്രൻ പാട്ട് നിർത്തണ്ടായിരുന്നു, എന്തിനാ നിർത്തിയത്, നല്ല രസമായിട്ട് വരുമായിരുന്നു പറഞ്ഞ് ഇവള് കിടന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക ഇന്ദ്രൻ്റെ മുന്നിൽ. ഭയങ്കര ദേഷ്യം. എൻ്റെ അനുവാദം ഇല്ലാതെ നീ ഇനി അങ്ങനെ ചെയ്താന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക. പ്ലീസ് വേണമെന്ന് ഞാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സ്വാതിയെ പിടിച്ച് കൂടി അങ്ങ് നിർത്തിയിട്ട് കൂൾ സ്വാതി, ഞാൻ വേറൊരു ആംബിയൻസ് നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സീഷോ കടൽ തീരത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവൻ സ്വാതിയെ വിളിച്ച് കടൽ തീരത്തേക്ക് പോകും, അവിടെ ചെന്ന് ഇങ്ങനെ കൂത്താളാമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പല്ലവി സേതുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വന്നപ്പോൾ എന്താ പല്ലവി ഓടി വന്നേന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല സേതുവേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്താ പല്ലവി? ഉപദേശിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ഉപദേശിച്ച് നോക്കിയെന്നും എന്നിട്ടും കേൾക്കുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏതാ സംഭവം എന്ന് താൻ പറയാൻ പറഞ്ഞു. സ്വാതിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അവൾ ഇന്ന് കോളേജിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളോ? സുഖം ഉണ്ടാവില്ല എന്ന് സേതു പറയുമ്പം അതല്ല സേതുവേട്ടാ കാരണം. പിന്നെന്താ കാരണം? അവൾ ഇന്ദ്രൻ്റെ കൂടെയാണെന്നുള്ള കാര്യം പറഞ്ഞു. സകല കുഴപ്പങ്ങളും ഉള്ള ആളാണ് ഇന്ദ്രൻ എന്ന് സേതുവേട്ടനെ അറിയാമല്ലോ. അവൻ ഒറ്റയ്ക്കുന്ന താമസിക്കുന്ന സ്ഥലത്ത് എന്തിനാ സ്വാതി പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പല്ലവി ഉള്ള കാര്യങ്ങളെല്ലാം പറയുക. ഒരിക്കലും അത് ശരിയാവില്ല. ഒന്നും ഞാൻ സേതുവേട്ടൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു, അത് ശരിയായില്ലെന്ന് എനിക്ക് ഇന്ന് പറയുന്നു. ഇന്നും അയാൾ എന്നെ പ്രതീക്ഷിക്കും, അയാൾ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുമെന്നുള്ള കാര്യം പല്ലവി ഇങ്ങനെ പറയുക. അയാളുടെ മുന്നിലേക്ക് ചെല്ലേണ്ടത് ഞാൻ മാത്രം ആയിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് സേതുവിനോട് പറയുക പല്ലവി. അയാളുടെ താമസം എവിടെയാണെന്നും അയാളുടെ വീട് എവിടെയാണെന്നും എനിക്കറിയാം. അവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അയാളുണ്ടാകും. അപ്പോൾ സ്വാതി ഉണ്ടാകും സേതുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഈ സമയത്ത് കടലിൽ ഇറക്കി നിർത്തി സ്വാതിയെ ഡാൻസ് കളിപ്പിക്കുക ചേട്ടൻ. സ്വാതി അവിടെ കിടന്ന് തുള്ളി ഉറഞ്ഞു ഭയങ്കര ഇതായിട്ട് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ബൈ ടാറ്റ.